കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് എന്ന സ്ഥലത്താണ് അന്നപൂർണേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണെങ്കിലും പ്രാധാന്യം സമൃദ്ധിയുടെയും പോഷണത്തിൻ്റെയും ഈശ്വരിയും ശ്രീപാർവതിയുടെ ഭാവഭേദവുമായ അന്നപൂർണേശ്വരി എന്ന ഭഗവതിക്കാണ്. ശ്രീപാർവതിയുടെ ഒരു മൂർത്തിഭേദം, സർവസമൃദ്ധിയുടെയും ഭഗവതി, ആദിപരാശക്തിയുടെ ആഹാരം നൽകുന്ന മാതൃഭാവം, ഒരു കൈയിൽ അന്നപാത്രവും മറുകൈയിൽ കരണ്ടിയും വഹിച്ചിരിക്കുന്ന രൂപമാണ് ഭഗവതിയുടേത്. ശംഖ്, താമര, അന്നപാത്രം, കരണ്ടി എന്നിവ ധരിച്ച് 4 കൈകളോടുകൂടിയ ഒരു സങ്കല്പവും ചില രൂപശില്പങ്ങളിൽ കാണുന്നുണ്ട്. സർവർക്കും ആഹാരം നൽകുന്ന പ്രകൃതിയാണ് അന്നപൂർണ എന്ന് പുരാണങ്ങൾ പറയുന്നു. മഹാലക്ഷ്മിയെപ്പോലെ തന്നെയാണ് ഈ ഭഗവതിയും. ശാകംഭരിയാണ് സമാനമായ മറ്റൊരു ശക്തിരൂപം. കാശിയിലുള്ള അന്നപൂർണേശ്വരി ക്ഷേത്രവും പ്രസിദ്ധമാണ്. സ്ഥലത്തെ ഐതിഹ്യങ്ങൾ അനുസരിച്ച് പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കാശിയിലെ അന്നപൂർണേശ്വരി 3 തോഴിമാരും ഒരുപാട് ഭക്തരുമായി ഒരു കപ്പലിൽ ഇങ്ങോട്ട് വന്നുവെന്നും പിന്നീട് ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഭഗവതി വന്നു എന്നുമാണ് വിശ്വാസം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും പരമശിവൻ തൻ്റെ ഭാര്യയായ അന്നപൂർണേശ്വരിയെ സന്ദർശിക്കുവാൻ ദിവസവും അത്താഴ പൂജയ്ക്കു ശേഷം ചെറുകുന്നിലെത്തുമെന്നാണ് സങ്കല്പം. ഇവിടെ 2 നേരം പ്രസാദവൂട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാട് അന്നദാനമാണ്. പരാശക്തിയുടെ അന്നപൂർണാഭാവത്തിൻ്റെ പിന്നിലുള്ള കഥ ഇപ്രകാരമാണ്. തൻ്റെ ഭിക്ഷാടന യോഗത്തെക്കുറിച്ച് ചിന്താമഗ്നനായിരുന്ന മഹാദേവൻ ഒരിക്കൽ ഭക്ഷണത്തിന് പ്രാധാന്യമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. ഭക്ഷണമില്ലാതെയും ജീവിക്കാനാകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഭക്ഷണത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ തന്നെ പാർവതീദേവി തീരുമാനിച്ചു. ഇതിനായി ശക്തിസ്വരൂപിണിയായ ഭഗവതി സ്വയം അപ്രത്യക്ഷമായി. അതോടെ ഭൂമിയിലുള്ള സകല ഭക്ഷണത്തിൻ്റെ സ്രോതസ്സുകളും അപ്രത്യക്ഷമായി. അധികം വൈകാതെ തന്നെ ശിവന് ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ബോധ്യപ്പെടുകയുണ്ടായി. ഭിക്ഷാടനത്തിന് പോയിട്ടും മഹാദേവന് ഭിക്ഷയായി ഒന്നും ലഭിച്ചില്ല. ആളുകൾ ദരിദ്രരായി മാറി. വിശന്നു വലഞ്ഞ മഹാദേവൻ ദേവി ഐശ്വര്യദായിനിയായി കാശിയിൽ പ്രത്യക്ഷപ്പെട്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നതായി അറിഞ്ഞു. പാർവതിക്ക് മുന്നിൽ ഭക്ഷണം ലഭിക്കുവാൻ പാത്രവുമായി യാചിച്ചു നിൽക്കേണ്ടിയും വന്നു. ഭക്ഷണത്തിൻ്റെ ദേവിയായി പാർവതി മാറിയത് ഇങ്ങനെയാണ്. അന്നപൂർണേശ്വരിയായും ശരീരത്തിന് പോഷണം നൽകുന്നവളായും അറിയപ്പെടുന്നു. അത്യന്തം സന്തുഷ്ടനായ ഭഗവാൻ ഉടൻ ഭഗവതിയെ പ്രേമാധിക്യത്തോടുകൂടി കെട്ടിപ്പുണർന്നു. അപ്പോൾ അവരുടെ ശരീരങ്ങൾ പരസ്പരം യോജിച്ച് ഐക്യം പ്രഖ്യാപിച്ചു. ശിവൻ അങ്ങനെയാണത്രേ അർദ്ധനാരീശ്വരനായത്. ലോകർക്ക് അന്നമൂട്ടുന്ന ശ്രീപാർവതിയെയാണ് അന്നപൂർണേശ്വരിയായി സങ്കല്പിച്ചിട്ടുള്ളത്. വല്ലഭൻ രണ്ടാമനാണ് അന്നപൂർണേശ്വരി ക്ഷേത്രം പണികഴിപ്പിച്ചത്. കാലപ്പഴക്കത്താൽ ക്ഷേത്രം നശിക്കാറായപ്പോൾ 1866 അവിട്ടം തിരുനാൾ രാജാവ് ക്ഷേത്ര പുനർനിർമ്മാണം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ കാലശേഷം കേരളവർമ്മ രാജാവ് പണി പൂർത്തിയാക്കി. വിഷുവിളക്കുത്സവമാണ് ഇവിടെ പ്രധാനം. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. മേടസംക്രമം മുതൽ മേടം 7-ാം തീയതി വരെയാണ് ഉത്സവം. മേടം 2-ാം തീയതി ചെറുകുന്ന്, 3-ാം തീയതി കണ്ണപുരം, 4-ാം തീയതി ഇരിണാവ്, 6-ാം തീയതി പറശ്ശിനി എന്നീ ദേശവാസികളുടെ വക കാഴ്ചവരവും വെടിമരുന്ന് പ്രയോഗവും ഉണ്ടാകാറുണ്ട്. ഈ ഉത്സവത്തിലെ പ്രധാന ആകർഷണം ക്ഷേത്രത്തിന് മുന്നിലും ചുറ്റിലുമായി നിർമ്മിക്കുന്ന വട്ടപ്പന്തലാണ്. വട്ടപ്പന്തലിന് തുടക്കം കുറിക്കുന്നത് എല്ലാ വർഷവും മലയാള മാസം ധനു 2-ാം തീയതിയാണ്. പന്തലിനാവശ്യമായ 111 തേക്കിൻ തൂണുകൾ നാട്ടുകാരുടെ ശ്രമദാനമായി ഉയർത്തുകയും ചെയ്യും. തുടർന്ന് 7500 മടൽ മെടഞ്ഞ ഓല, 2000-ഓളം മുള എന്നിവ ഉപയോഗിച്ച് ഏകദേശം 100-ൽ പരം മനുഷ്യാധ്വാനം പന്തലിൻ്റെ പൂർത്തീകരണത്തിനാവശ്യമാണ്. ഏകദേശം 1 മാസത്തോളം സമയമെടുത്താണ് വട്ടപ്പന്തൽ നിർമ്മിക്കുന്നത്. വെള്ളിയാഴ്ച, പൗർണമി, നവരാത്രി, തൃക്കാർത്തിക, ദീപാവലി, ശിവപ്രധാനമായ ഞായർ, തിങ്കൾ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. ഈ ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവം പ്രശസ്തമാണ്. ഉത്സവത്തിന് ക്ഷേത്രവളപ്പിൽ ഭജന, കഥാപ്രസംഗം, ഓട്ടൻതുള്ളൽ തുടങ്ങിയ കലാപരിപാടികളും നടക്കുന്നു.